Dear students, good morning all. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിൻ്റെ ഫിഫ്ത്ത് മെത്തേഡാണ്. അതായത് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഫ്രം ഓപ്പൺ മാർക്കറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് ഫിഫ്ത്ത് മെത്തേഡിലെ സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ട് എന്തായിരുന്നു? ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. ദെൻ സെക്കൻഡ് പാർട്ട് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഫിഫ്ത്ത് മെത്തേഡിലെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഓൺ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ട് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ ആയിരുന്നു. സെക്കൻഡ് പാർട്ട് വരുന്നത് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. ഇമ്മീഡിയറ്റ് ക്യാൻസൽ ചെയ്യാതെ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീജിയറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നേച്ചറിന് വേണ്ടി കമ്പനി എന്ത് ചെയ്യുന്നു? ദെയർ ഓൺ ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീജിയർ ആണ് കമ്പനി നടത്തുന്നതെങ്കിൽ എങ്ങനെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്? എന്താണ് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷനും ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കമ്പനീൻ്റെ ഒരു അസറ്റിന്റെ വോളിയം കൂടുകയാണ് നടക്കുന്നത്, അങ്ങനെയാണല്ലോ. അതായത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് കമ്പനി എന്ത് ചെയ്യുന്നു? അതിൽ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതെന്ത് ചെയ്യുന്നില്ല? ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ റീ ഇഷ്യൂയോ നടത്തുന്നില്ല. അപ്പോൾ ഒരു പെർട്ടിക്കുലർ കാലാവധി കഴിഞ്ഞാൽ കമ്പനിക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ഓൺ ഡിബഞ്ചേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീജിയറിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നേച്ചറിൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഡിബഞ്ചറിനെ റീ ഇഷ്യൂ ചെയ്യാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇമ്മീഡിയറ്റ് പർപ്പസിന്, അതായത് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ എന്ന് പറയുന്ന പർപ്പസിലാണ് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഡിബഞ്ചർ വാങ്ങിയതെങ്കിൽ യാതൊരു കാരണവശാലും അതെന്ത് ചെയ്യാൻ പാടില്ല? റീ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്തതെങ്കിൽ ഇവിടെ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ആ അക്കൗണ്ടിന്റെ പേരാണ് ഓൺ ഡിബഞ്ചർ. ഓൺ ഡിബഞ്ചർ. ഓൺ ഡിബഞ്ചർ എന്ന് പറയുന്ന സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം പർച്ചേസ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രൈസ് മേ ബി പ്രീമിയത്തിൽ ആയിരിക്കാം അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലായിരിക്കാം. രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഡിസ്കൗണ്ടിലാണ് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്തുണ്ടാവും? പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പൊ ആ കമ്പനിക്ക് പ്രോഫിറ്റിന്റെ വോളിയം കൂടും. ദെൻ പ്രീമിയത്തിനാണ് വാങ്ങിയതെങ്കിൽ കമ്പനിക്ക് ലോസ് ഉണ്ടാവും. അപ്പോൾ പ്രീമിയത്തിന് വാങ്ങുക, ഡിസ്കൗണ്ട് വാങ്ങുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ എക്സാമ്പിൾ ഒരു 100 രൂപ വിലയുള്ള, അതായത് നോമിനൽ പാർ വാല്യൂ ഉള്ള ഒരു ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 110 വാങ്ങിയാൽ അത് പ്രീമിയത്തിന് വാങ്ങിയെന്നാണ് പറയാം. അത് 90 റുപ്പീസിനാണ് വാങ്ങിയതെങ്കിൽ ഡിസ്കൗണ്ടിന് വാങ്ങിച്ചു എന്നാണ് പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊസീജിയർ ഇത് സാധാരണ രീതിയിൽ നടക്കുന്നതാണ്. ഓപ്പൺ മാർക്കറ്റിൽ നിന്നും ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീജിയറിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നേച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് വാങ്ങിക്കുന്നു. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നേച്ചറിൽ അല്ലെങ്കിൽ പർപ്പസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓൺ ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതെങ്കിൽ അവിടെ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്. ഇനി ഇതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് നടത്തുന്നതെന്ന് നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിലാണെങ്കിൽ അത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ, അതായത് പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് വാങ്ങിക്കുന്നു. അപ്പോൾ വാട്ട് ഈസ് ദ ജേണൽ എൻട്രി? എന്താ ജേണൽ എൻട്രി ഉണ്ടാവുക? അതായത് എന്താണോ നമ്മൾ വാങ്ങിക്കുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. സ്വാഭാവികമായും ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ക്യാഷ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ എന്തായിരിക്കും ജേണൽ എൻട്രി ഉണ്ടാവുക? ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ. ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാക്ക്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ പ്രൈസ് എല്ലായ്പ്പോഴും പർച്ചേസ് പ്രൈസ് ആയിരിക്കും. പർച്ചേസ് പ്രൈസ് അത് കൊടുത്താൽ മതിയല്ലോ. ദാറ്റ് മീൻസ് ഡിസ്കൗണ്ടിനാണെങ്കിൽ ആ ഡിസ്കൗണ്ടിന്റെ വാല്യൂ. ഇപ്പൊ 100 രൂപ വരെയുള്ള സാധനം നമ്മൾ 95 രൂപക്ക് വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞാൽ 95 രൂപയെ ഡെബിറ്റിലും ക്രെഡിറ്റിലും കൊടുക്കേണ്ടത്. അപ്പോൾ ബാങ്കിൽ നിന്ന് 95 രൂപയെ പോവുള്ളൂ, നമ്മൾ കൊടുക്കേണ്ടതും 95 രൂപയാണ്. അപ്പോൾ ഓൺ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ, അതായത് ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീജിയറിൽ നമ്മൾ
ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അവിടെ സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ആ അക്കൗണ്ടിന്റെ പേരാണ് ഓൺ ഡിബഞ്ചർ. സോ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീജിയർ, ഫസ്റ്റ് ജേണൽ എൻട്രി ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ഓൺ പർച്ചേസ് പ്രൈസ് ദെൻ ടു ബാക്ക്. ഇനി എന്ത് ചെയ്യുന്നു? ഇങ്ങനെ വാങ്ങിച്ചിട്ടുള്ള ഡിബഞ്ചർ കുറച്ച് മാസങ്ങൾക്കോ കാലങ്ങൾക്കോ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്തായിരിക്കും ക്യാൻസൽ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ഉണ്ടാവുക? ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ. ഇതിന്റെ വാല്യൂ എല്ലായ്പ്പോഴും എന്തായിരിക്കും? നോമിനൽ വാല്യൂ ആയിരിക്കും. നോമിനൽ വാല്യൂ. ഓക്കെ. ടു ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്, ഓൺ ഡിബഞ്ചർ. ഇത് ഏതായിരിക്കും? പർച്ചേസ് പ്രൈസ്, പർച്ചേസ് പ്രൈസ്. ഇത് നോമിനൽ വാല്യൂ ആണ്, ഇത് പർച്ചേസ് പ്രൈസ് ആണ്. ശ്രദ്ധിക്കണേ, ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ഇത് ക്യാൻസൽ ചെയ്യുന്നു. ഇത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി വാങ്ങി വെച്ചു. കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഓൺ ഡിബഞ്ചറിനെ ക്യാൻസൽ ചെയ്യുന്നു. ഇവിടെ ഓൺ ഡിബഞ്ചറിനെ ഡെബിറ്റ് ആണ് ചെയ്തത്, അത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഓൺ ഡിബഞ്ചറിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. സോ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ഇപ്പോൾ നമ്മൾ പറയും 6%, 10%, 11%, 9% എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ എന്താ? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുക. സോ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ നോമിനൽ വാല്യൂ ടു ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഓൺ ഡിബഞ്ചേഴ്സ് ഇവിടെ പർച്ചേസ് പ്രൈസിലാണ്, ഇവിടെ വാങ്ങിയപ്പോഴും എന്താണ്? പർച്ചേസ് പ്രൈസിലാണ്. ദെൻ ഇങ്ങനെ ചെയ്യുന്ന സമയം, അതായത് ഇപ്പോൾ ഇതിന്റെ നോമിനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 100 ആണ്, പർച്ചേസ് പ്രൈസ് 95 ആണ്. നമ്മൾ പർച്ചേസ് ചെയ്തത് 95-നാണ്. അപ്പൊ നമുക്ക് എന്തുണ്ട്? 5 രൂപ പ്രോഫിറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പ്രോഫിറ്റിനെ ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ പ്രോഫിറ്റ് ഓൺ redemption of ഡിബഞ്ചർ. അപ്പൊ നമ്മള് ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് റെഡീം ചെയ്ത് പോവുകയാണല്ലോ. സോ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചറിനെ ക്രെഡിറ്റും ചെയ്തു. ഇതാണ് ക്യാൻസലേഷന്റെ ജേണൽ എൻട്രി. ഇനി എന്ത് ചെയ്യണം? ഈ ഉണ്ടായ പ്രോഫിറ്റിനെ എന്ത് ചെയ്യാം? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെയാണല്ലോ. അപ്പോൾ ഇത് ഒരു ഓർഡറിലാണ് പോകുന്നത്. അതായത് ഓൺ ഡിബഞ്ചേഴ്സ് നമ്മൾ പർച്ചേസ് ചെയ്തു, പർച്ചേസ് ചെയ്തപ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഡിബഞ്ചറിന്റെ ലയബിലിറ്റി നമ്മൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ അതിനെ ക്യാൻസൽ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനെ ക്രെഡിറ്റ് കൊടുത്തുകൊണ്ട് അതിനെ ക്യാൻസൽ ചെയ്തു. ദെൻ അപ്പോൾ നമുക്ക് എന്തുണ്ടായി? ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു. അപ്പോൾ ആ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തപ്പോൾ ഈ ഉണ്ടായ പ്രോഫിറ്റിനെ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തായിരിക്കും ജേണൽ എൻട്രി ഉണ്ടാവുക? പ്രോഫിറ്റ് ഓൺ redemption of debenture account debtor to capital reserve. Okay. Third one, profit on redemption of debenture account debtor to capital reserve. To capital reserve account. That means on profit of റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ്. ക്യാപിറ്റൽ റിസർവിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്തു. ഇനി ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി വാങ്ങിയിട്ടുള്ള ഡിബഞ്ചറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റീ ഇഷ്യൂ ചെയ്യുന്നു. ക്ലിയർ? അതായത് റീ ഇഷ്യൂ നടത്താനോ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷന് വാങ്ങിയിട്ടുള്ള ഡിബഞ്ചർ മാത്രമേ എന്ത് ചെയ്യാൻ പാടില്ല? റീ ഇഷ്യൂ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതേസമയം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി വാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീജിയറിലാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ റീ ഇഷ്യൂ ചെയ്യാം. അപ്പൊ റീ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താ ജേണൽ ഉണ്ടാവുക? ഫോർത്ത് വൺ, ഫോർ റീ ഇഷ്യൂ. റീ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താ റീ ഇഷ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാവുക? ഇഷ്യൂ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ജേണൽ ഉണ്ടാവുക? ബാങ്ക് അക്കൗണ്ട് debtor to ഡിബഞ്ചർ അക്കൗണ്ട്. അങ്ങനെയാണല്ലോ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട് എന്നാണ് ഓൾറെഡി ഒരു ഇഷ്യൂ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ഉണ്ടാവുക. നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഓൺ ഡിബഞ്ചർ ആണ് എന്ത് ചെയ്യുന്നത്? റീ ഇഷ്യൂ ചെയ്യുന്നത്. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഓൺ ഡിബഞ്ചർ
അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ റീഇഷ്യൂ നടത്തി. അപ്പോൾ ഈ ഓൺ ഡിബഞ്ചറിന്റെ വാല്യൂ എന്തായിരിക്കും? പർച്ചേസ് പ്രൈസ് ആയിരിക്കും. പക്ഷെ നമ്മൾ വിൽക്കുന്നത് അത് പ്രീമിയത്തിൽ നമുക്ക് വിൽക്കാം, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിന് വിൽക്കാം, പാർ വാല്യൂവിന് വിൽക്കാം. ഇനിയിപ്പോൾ അത് ഡിസ്കൗണ്ടിന് വാങ്ങി വെച്ചിട്ടുള്ള ഓൺ ഡിബഞ്ചർ പാർ വാല്യൂവിന് വിറ്റാൽ പോലും എന്തുണ്ടാവും? കമ്പനിക്ക് ലാഭം ഉണ്ടാവും. അത് പ്രീമിയത്തിനാണ് വിൽക്കുന്നതെങ്കിൽ കമ്പനിക്ക് എന്തുണ്ടാവും? ഒരു സർട്ടൺ എമൗണ്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. ഇനി ഇതിനേക്കാൾ കുറച്ചിട്ടാണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ കമ്പനിക്ക് ലോസ് ഉണ്ടാവും. അപ്പോൾ ലോസ് ആണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ സോ ലോസ് ഓൺ റീഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ. ദെൻ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂ ഓഫ് ഡിബഞ്ചർ. ക്ലിയർ? അതായത് റീഇഷ്യൂ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ഓൺ ഡിബഞ്ചേഴ്സിന്റെ വോളിയം ക്രെഡിറ്റ് ചെയ്തു, ഇവിടെ ബാങ്ക് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റും ചെയ്തു. ഇത് ലോസിലാണ് വിറ്റതെങ്കിൽ ലോസ് ഓൺ റീഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. പ്രോഫിറ്റിലാണെങ്കിൽ പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂ ഓഫ് ഡിബഞ്ചർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 എൻട്രീസ് ആണ് ഇൻവെസ്റ്റ്മെന്റ് നേച്ചറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഓർത്തു വെക്കേണ്ടത് ഓൺ ഡിബഞ്ചർ എന്ന് പറയുന്ന സെപ്പറേറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ അക്കൗണ്ടിലേക്കാണ് ഈ എമൗണ്ട് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ: X Limited had issued 50,000 debentures of ₹100 each at par, redeemable at 20% premium. The company purchased 5,000 debentures from the open market for immediate cancellation at ₹100 each. Past journal entries for purchase of all debentures for immediate cancellation. Okay. ഇപ്പോൾ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? കമ്പനി 50,000 ഡിബഞ്ചർ ₹100 വെച്ചിട്ട് ഇഷ്യൂ ചെയ്യുന്നു. 50,000 ഡിബഞ്ചേഴ്സ് ₹100 വെച്ചിട്ട് കമ്പനി എന്ത് ചെയ്യുന്നു? ഇഷ്യൂ ചെയ്യുന്നു. 50,000 into 100. 50 lakh. Ready? Then second part എന്ന് പറയുന്നത് redeemable at 20% premium. അപ്പോൾ 20% പ്രീമിയത്തിനാണ് റെഡീം ചെയ്യുന്നത്. Then the company purchased 5,000 debentures from the open market for immediate cancellation of ₹100. അപ്പോൾ ഇത് റെഡീം ചെയ്യാൻ പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ളത് അറ്റ് പ്രീമിയത്തിലാണ്. റെഡീം ചെയ്യാൻ പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ളത് 20% പ്രീമിയത്തിലായിരുന്നു ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കമ്പനി എന്ത് ചെയ്തു? 5,000 ഡിബഞ്ചേഴ്സ് ഫ്രം ദി ഓപ്പൺ മാർക്കറ്റ്, അതായത് 50,000 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തതിൽ നിന്ന് 5,000 ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷന് ₹100 വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ ₹100 ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അതേ ₹100 ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ നോമിനൽ വാല്യൂല് അഥവാ പാറിൽ തന്നെ വാങ്ങിക്കുന്നു. പക്ഷെ ഇത് റെഡീം ചെയ്യുന്നത് എങ്ങനെ ആയിരുന്നു? 20% പ്രീമിയത്തിലായിരുന്നു. അപ്പോൾ 20% പ്രീമിയത്തിൽ റെഡീം ചെയ്യാനുള്ള ഡിബഞ്ചറില് 5,000 ഡിബഞ്ചർ പാർ വാല്യൂവിൽ തന്നെ കമ്പനി എന്ത് ചെയ്യുന്നു? പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. അതായത് പ്രീമിയത്തിന് റെഡീം ചെയ്യേണ്ടിയിരുന്ന ഡിബഞ്ചർ പാർ വാല്യൂല് അഥവാ നോമിനൽ വാല്യൂ ആയ ₹100 തന്നെ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നു. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രൊസീജിയർ. ഇനി ഈ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷന് വേണ്ടിയിട്ട് 4 ജേണൽ എൻട്രീസ് ആണ് ഉണ്ടാവുക നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ 4 ജേണൽ എൻട്രീസ് എന്തൊക്കെയാണ് വരിക? ഫസ്റ്റ് DRR ക്രിയേറ്റ് ചെയ്യണം, വേണ്ടേ? അപ്പോൾ DRR ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ DRR ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ഉണ്ടാവുക? എവിടെ നിന്നാണോ ഫണ്ട് നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ളത് ആ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. എവിടെ നിന്നൊക്കെ ആവാം? പ്രോഫിറ്റ് ഓൺ ലോസ് അക്കൗണ്ടിൽ നിന്നാവാം, ക്യാപിറ്റലിൽ നിന്നാവാം, ദെൻ സിങ്കിങ് ഫണ്ടിൽ നിന്നാവാം. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാത്തത് കൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന ഫണ്ട് എടുത്തിട്ടാണ് DRR ക്രിയേറ്റ് ചെയ്യുന്നത്. സോ DRR ക്രിയേറ്റ് ചെയ്യുന്നു.
DRR ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു DRR അക്കൗണ്ട്. DRR അക്കൗണ്ട് നമുക്കറിയാം എത്ര പെർസെൻറ്റേജാ? 25%. 25% ഓഫ് 50 lakh. 25% of 50 lakh. Then how much? 12 lakh 50,000. 12 lakh 50,000. This is the first journal entry. Clear? Then second എന്താ ചെയ്യേണ്ടത്? DRR ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ journal entry DRR ഇൻവെസ്റ്റ്മെന്റ് account debtor to bank. DRR investment account debtor to bank. ഏതിനാണ് DRR ഇൻവെസ്റ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? എത്ര നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ആണോ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നത് അതിന്റെ നോമിനൽ വാല്യൂവിനാണ് എന്ത് ചെയ്യേണ്ടത്? DRR ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ 15% ഓഫ് 5,000 into 100, that means 5 lakh. 5 lakh. 5,000 ഡിബഞ്ചർ അല്ലേ പർച്ചേസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ പർച്ചേസ് ചെയ്യുന്നതിന് ഈക്വൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. സോ 5 ലാഖിന്റെ 15% 75,000 rupees. 75,000. അല്ലേ? അപ്പോൾ നമ്മൾ DRR ക്രിയേറ്റ് ചെയ്തു, DRR ഇൻവെസ്റ്റ്മെന്റും ക്രിയേറ്റ് ചെയ്തു. ഇനി ചെയ്യേണ്ടത് എന്താണ്? ഇതിന്റെ റിഡംഷൻ പ്രോസസ് ആണ് നടത്തേണ്ടത്. അതായത് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് റിഡീം ചെയ്തു പോകും. അപ്പോൾ റിഡീം ചെയ്യുമ്പോഴുള്ള ജേർണൽ എൻട്രീസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് റിഡീം ചെയ്യുമ്പോൾ എന്താ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. അപ്പോൾ റിഡീം ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അവിടെ പെർസെൻറ്റേജ് ഒന്നും പറയുന്നില്ല, ഇത്ര പെർസെൻറ്റേജ് ഡിബഞ്ചേഴ്സ് ആണെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ മതി? ഡിബഞ്ചർ account debtor to bank. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഡിബഞ്ചർ അക്കൗണ്ട് നമുക്കറിയാം ഏത് വാല്യൂ വരിക? നോമിനൽ വാല്യൂ ആണ് വരിക. ഏതിന്റെ നോമിനൽ വാല്യൂ ആണ് വരിക? നമ്മൾ ഏതാണോ റിഡീം ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഏതാണോ ക്യാൻസൽ ചെയ്യാൻ പോകുന്നത്. കാരണം മീൻസ് ഇപ്പോൾ 5,000 ഡിബഞ്ചർ അല്ലേ ക്യാൻസൽ ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ 5,000 into 100 rupees 5 lakh. അപ്പോൾ ബാങ്കിലേക്ക് rupees 5 lakh. ഇനി ഇവിടെ റിഡീം ചെയ്യുന്നത് 20% പ്രീമിയത്തിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ എമൗണ്ട് ഇനി എന്ത് ചെയ്യണ്ട? കൊടുക്കേണ്ടതില്ല ഉണ്ടല്ലോ. കാരണം അത് പ്രീമിയത്തിൽ റിഡീം ചെയ്യുന്നതിന് പകരം പാർ വാല്യൂവിൽ അഥവാ നോമിനൽ വാല്യൂവിലാണ് നമ്മൾ ഇതിനെ ക്യാൻസൽ ചെയ്തു പോകുന്നത്. അപ്പൊ ഈ പറയുന്ന 20% കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് പ്രോഫിറ്റ് ആണ്. അപ്പോൾ പ്രീമിയത്തിന് റിഡീം ചെയ്യുന്നത് കാണിക്കുന്നു, അതുപോലെ അതിൻ്റെ സേവ് ചെയ്തിട്ടുള്ള അതായത് അത്രയും എമൗണ്ട് കമ്പനിക്ക് പ്രോഫിറ്റും ജനറേറ്റ് ചെയ്യാണ്. അപ്പോൾ അത് പ്രീമിയത്തിന് റിഡീം ചെയ്യുന്നു എന്നുള്ളത് എഴുതി കാണിക്കുന്നു. അതുപോലെ തന്നെ അത്രയും രൂപ പ്രീമിയം എമൗണ്ട് കൊടുക്കേണ്ടാത്തത് കൊണ്ട് അതായത് നോമിനൽ വാല്യൂവിന് വാങ്ങുന്നത് കൊണ്ട് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് അത്രയും തുക സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. അതുകൊണ്ട് അതിനെ പ്രോഫിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. സോ premium on redemption of debenture account debtor 5 lakhന്റെ എത്ര പെർസെൻറ്റേജാ? 20%. ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നുണ്ട് 20% ആണ് പ്രീമിയം. അപ്പോൾ 5 lakhന്റെ 20%, that means 1 lakh. Then profit on redemption of debenture അല്ലെങ്കിൽ എന്ത് പറയാം? പർച്ചേസ് ഓഫ് ഡിബഞ്ചർ. ഡിബഞ്ചർ പർച്ചേസ് ചെയ്തത് മുഖേന ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റ് rupees 1 lakh. ഇപ്പൊ പ്രീമിയത്തിന് റിഡീം ചെയ്യുകയാണെങ്കിൽ 1 lakh rupees കൊടുക്കണം. ഇത് കൊടുക്കണ്ട, ഇത് 100 rupees അതായത് നോമിനൽ വാല്യൂവിന് അഥവാ പാർ വാല്യൂവിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? റിഡീം ചെയ്യുന്നു അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുന്നു. അതുകൊണ്ട് അത്രയും തുക നമുക്ക് പ്രോഫിറ്റ് ആണ്. ഇപ്പൊ രണ്ട് സൈഡ് ഈക്വൽ ആയില്ലേ?
ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റ് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പ്രോഫിറ്റ് എപ്പോൾ ജനറേറ്റ് ചെയ്തോ അത് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ നമുക്ക് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എഴുതാം. ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. വാട്ട് ഈസ് ദ ജേണൽ എൻട്രി? പ്രോഫിറ്റ് ഓൺ purchase of debenture account debtor to capital reserve. Capital reserve rupees 1 lakh. This is the journal entries. അപ്പോൾ ഈ 4 എൻട്രീസ് ആണ് ഈ പറയുന്ന ക്വസ്റ്റ്യന് വേണ്ടി നമ്മൾ റൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് DRR ക്രിയേറ്റ് ചെയ്യുന്നു. DRR ഇതിൻ്റെ നോമിനൽ വാല്യൂവിനാണ്. DRR ഇൻവെസ്റ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എത്ര ഡിബഞ്ചർ ആണോ പർച്ചേസ് ചെയ്യുന്നത് അതിൻ്റെ നോമിനൽ വാല്യൂവിന് ഈക്വൽ ആയിട്ടുള്ള DRR ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. DRR ഇൻവെസ്റ്റ്മെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ ഇത് ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ റെഡീം ചെയ്യാനുള്ള ജേണൽ എൻട്രീസ്. അപ്പോൾ ഇവിടെ റെഡീം ചെയ്യുന്നത് പ്രീ പ്ലാൻഡ് 20% പ്രീമിയത്തിലാണ് റെഡീം ചെയ്യാന്ന് പറഞ്ഞത്. പക്ഷെ നമ്മളിവിടെ പർച്ചേസ് ചെയ്യുന്നത് നോമിനൽ വാല്യൂവിലായതുകൊണ്ട് ആ 20% കമ്പനി എന്ത് ചെയ്യണ്ട, കൊടുക്കണ്ട. അപ്പോൾ അത്രയും തുക കമ്പനിക്ക് ലാഭമാണ്. അതുകൊണ്ട് അതിനെ പ്രോഫിറ്റ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്തു. ആ ഉണ്ടായ പ്രോഫിറ്റ് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ? താങ്ക് യു.